കറണ്ട് പോയെങ്കിലും കുട്ടി മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ നടന്നു അല്ലെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷവുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, KS-ന്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനി ഒട്ടും നേരം കളയാതെ പഠിക്കാനുള്ള സമയമാണ്. നമ്മൾ LDC പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, മലയാളികളുടെ IAS പരീക്ഷയാണ് LDC എന്ന് പറയാറുണ്ട്. ഇത് മലയാളത്തിന്റെ തന്നെ IAS പരീക്ഷയാണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൽ തന്ത്രപ്രധാനമായ 30 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മലയാളത്തിൽ നിന്നാണ് വരുന്നത്. PSCക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത, അതിലെ 25 ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിഭാഗത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. അതായത് KS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മലയാളത്തിന് വേണ്ടി 5 മാർക്കിന് വേണ്ടി മാത്രം പഠിച്ചാൽ മതിയാകും, കൂടുതലായിട്ട് പഠിച്ചാൽ മതിയാകും. നമ്മൾ ഓൾറെഡി PSCക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്കത് എവിടെ പ്രയോഗിക്കാം? KS പരീക്ഷയിൽ പ്രയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കിട്ടിയാൽ അത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. വളരെ കുറച്ച് എഫേർട്ട് മാത്രമിട്ട് ഉയരങ്ങളിലെത്താൻ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു പരീക്ഷയായിട്ട് തന്നെ KS പരീക്ഷയെ കാണാം. അപ്പോൾ KS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രയോജനകരമാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് KS-ന്റെ മലയാളം പാഠ്യപദ്ധതിയാണ്. മലയാളം ചോദ്യങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നാണ് ചോദിക്കുക എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം കഴിഞ്ഞ KS പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളും നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏവർക്കും KS-ന്റെ മലയാളം പാഠ്യപദ്ധതി എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കുന്ന ഈ വേളയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ മലയാളവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യം ചോദിക്കും എന്ന് പറയുമ്പോൾ വൊക്കാബുലറി പാർട്ട് മാത്രമല്ല, മലയാളവുമായി ബന്ധപ്പെട്ട് മറ്റൊന്നുകൂടി അറിയേണ്ടതുണ്ട്. നമ്മൾ PSC പരീക്ഷയ്ക്ക് ഉള്ളതുപോലെ കല, സാംസ്കാരികം, സാഹിത്യം, ആ വകുപ്പ് നമ്മൾ എവിടെ ചർച്ച ചെയ്യുന്നതാണ്? PSCയിൽ ചർച്ച ചെയ്യുന്നതാണ്. അത് തന്നെ നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ച് സാമാന്യ ധാരണ നമുക്കുണ്ടായിരിക്കണം. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, കേരളത്തിന്റെ പൈതൃകത്തിൽ ഉൾപ്പെടുന്ന കലാരൂപങ്ങൾ, സാഹിത്യം, ശില്പകല, വാസ്തുവിദ്യ എന്നിവയും സാമൂഹിക ഘടനയുടെ സവിശേഷതയുമാണ് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ എവിടെ ബേസ് ഉണ്ട്? PSCയുടെ ബേസ് നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അത് കൂടാണ്ടോ കേരള ട്രൈബൽ കൾച്ചർ, പിൽഗ്രിമേജ്, ടൂറിസ്റ്റ് പ്ലേസസ്, ഫോക്ക് കൾച്ചർ, സിനിമ, തിയേറ്റർ, അതായത് കേരളത്തിന്റെ ആദിവാസി സംസ്കാരം, തീർത്ഥാടനം, വിനോദസഞ്ചാരം, നാടോടി പാരമ്പര്യം, നാടകം, സിനിമ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സാമാന്യ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും, അതായത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് കേട്ടോ. മലയാളവുമായി ബന്ധപ്പെട്ട് 30 ചോദ്യങ്ങൾ കൂടാതെയാണ് ഇവിടെ നിന്ന് മലയാളത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുക അല്ലെ. അപ്പൊ പ്രിലിമിനറി പരീക്ഷയ്ക്ക് നല്ലൊരു ശതമാനം ചോദ്യങ്ങളും മലയാളവുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലും ഈ അവസരം നമ്മൾ പാഴാക്കി കളയരുത്. അതുപോലെ തന്നെ ഒരു വകുപ്പ് കൂടെയുണ്ട്, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, മലയാള ഭാഷാ സാഹിത്യത്തിന്റെ ചരിത്രവും പരിണാമവും. ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഏകദേശം ഒരു ബേസ് PSCക്ക് പഠിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഇനി നിങ്ങൾ PSCക്ക് തയ്യാറെടുക്കാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമല്ല ഇതൊക്കെ. ഈ പറയുന്ന അധ്യായങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു സാമാന്യ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ KS നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്താൽ നല്ല മാർക്ക് ഈ വകുപ്പിൽ നിന്ന് മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ട് കടക്കാം? മലയാളം വൊക്കാബുലറി പാർട്ടിലേക്ക് കടക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മലയാളം അല്ലെ, ഭാഷാ പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത്രേ. എന്തൊക്കെയാ? പദശുദ്ധി, ഒറ്റപ്പദം, പര്യായം, സമാന പദം, വിപരീത പദം, സ്ത്രീലിംഗവും പുല്ലിംഗവും, പിരിച്ചെഴുതൽ, ചേർത്തെഴുതൽ, വചനം. തീർന്നിട്ടില്ല, കുറച്ച് അധ്യായങ്ങളും കൂടെ ഉണ്ട്. ആദ്യം ഇതിനെ കുറിച്ച് പറയാം. പദശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു വാക്കിലെ തെറ്റ് കണ്ടെത്താനും തെറ്റ് കണ്ടെത്തി ശരിയായത് തിരഞ്ഞെടുക്കാനുമുള്ള അറിവ്, അതിനെയാണ് പദശുദ്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പദം എന്ന് പറയുമ്പോഴോ ഒരു സെന്റൻസിന്റെ അത്രയും നീളമുള്ള കാര്യമായിരിക്കും, നമുക്കതിനെ ഒറ്റ വാക്കിലേക്ക് ചുരുക്കാൻ സാധിക്കും. വേര് മുതൽ തലപ്പ് വരെ എന്നുള്ളതിനെ ആമൂലാഗ്രം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിലേക്ക് നമുക്ക് ചുരുക്കി എഴുതാം. അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം എന്നാണ് രണ്ടാമത്തെ അധ്യായം പറയുന്നത്. പിന്നെ പര്യായവും സമാനപദവും ഒറ്റ അധ്യായമായിട്ടാണ് ആ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ചർച്ച ചെയ്യുന്നത്. പര്യായ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരർത്ഥം വരുന്ന അനേകം വാക്കുകൾ. ഇപ്പൊ കാക്ക എന്ന വാക്ക് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കൂടി ആയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത്. കാക്ക, അരിഷ്ടം, ബലിബുക്ക്, വായസം, കാകൻ, പരഭൃത്ത്, ഇതൊക്കെ ആരുടെ പര്യായമാണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. ഇത് തന്നെ സമാന പദത്തിലും ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? സമാന പദത്തിൽ എങ്ങനെയാ ചോദ്യം വരുന്നത്? അർത്ഥം എഴുതുക, പരഭൃത്ത്. കാര്യം മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? സമാന പദവും പര്യായ പദവും പഠിക്കുന്നത്. രണ്ട് അധ്യായമായിട്ടാണ് സിലബസിൽ തന്നിരിക്കുന്നതെങ്കിലും ഒറ്റ അധ്യായ ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഓപ്പോസിറ്റ് വേർഡ്സ് അഥവാ വിപരീത പദങ്ങൾ, അത് സാമാന്യം നല്ലതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും PSC യിൽ നമ്മൾ എതിർലിംഗ പദങ്ങൾ എന്ന അധ്യായത്തിൽ പഠിക്കുന്ന കാര്യമാണ്. ഇപ്പോ ഒരുപാട് സ്ത്രീലിംഗ പുല്ലിംഗ പദങ്ങളുണ്ടല്ലോ. കൊമ്പനാന, പിടിയാന, സിംഹം, സിംഹി. മൃഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പേടമാൻ, കലമാൻ, അങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്കറിയാം. അതുപോലെ ജാതിപ്പേര്, ഇപ്പോ നമ്പ്യാര്, നങ്ങ്യാര്, ചാക്യാര്, ഇല്ലൊടമ്മ, അതുപോലെ മാടമ്പി, കെട്ടിലമ്മ, കൈമൾ, കുഞ്ഞമ്മ, അങ്ങനെയുള്ള ചില ജാതിപ്പേര് വെച്ചുകൊണ്ടുള്ള എതിർലിംഗ പദങ്ങളുണ്ട്. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് എതിർലിംഗ പദങ്ങളുണ്ട്. ലേഖകൻ, ലേഖിക, പരിചാരകൻ, പരിചാരിക, അങ്ങനെയുള്ള ചില എതിർലിംഗ പദങ്ങൾ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എളുപ്പത്തിൽ നമുക്ക് കാര്യം മനസ്സിലാക്കി മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാവുന്ന വകുപ്പുകളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ 7ാമത്തെ അധ്യായവും 8ാമത്തെ അധ്യായവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. പിരിച്ചെഴുതലും ചേർത്തെഴുതലും. ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ നടുക്ക് അല്ലെ പ്ലസ് ഇട്ടിട്ട് അധിക ചിഹ്നം ഇട്ടിട്ട് നമ്മൾ അതിനെ രണ്ടായി പിരിച്ചെഴുതും അല്ലെ. അങ്ങനെ പിരിച്ചെഴുതുന്നതിനും പിരിച്ചെഴുതി തന്നിട്ടുള്ള വാക്കുകൾ ചേർത്തെഴുതുന്നതിനും മലയാളത്തിൽ ചില നിയമങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. ബുദ്ധിമുട്ടുള്ള നിയമമാണോ? അല്ല. ഒന്ന് വായിക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കാൻ സഹായകമായ രീതിയിൽ വളരെ എളുപ്പമുള്ള ചില നിയമങ്ങൾ പഠിച്ചിരുന്നാലാണ് ഈ രണ്ട് അധ്യായങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു നിയമം ഇതാണ്. ആയും ഊവും കൂടി ചേർന്നാൽ നമുക്ക് ഓ എന്ന ശബ്ദം കിട്ടും. അതായത് ആ പ്ലസ് ഊ സമം ഓ. ഈ ഒരു നിയമം നമ്മൾ പഠിച്ചു എന്ന് വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം വരികയാണ്, നവോത്ഥാനം എന്ന വാക്ക് പിരിച്ചെഴുതുക. നവോത്ഥാനം എന്ന വാക്ക് പിരിച്ചെഴുതുക എന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് എന്തറിയാം? ആയും ഊവും കൂടി ചേർന്നാലാണ് ഓ എന്ന ശബ്ദം വരുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ നവോത്ഥാനം, നവോത്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഏത് ശബ്ദമുണ്ട്? നവോത്ഥാനം, ഓ എന്ന ശബ്ദമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാക്ക് പിരിഞ്ഞിരിക്കുന്നത് ആയും ഓയുമായിട്ടാണ്. അതായത് നവ അധികം ഉദ്ധാനമാണ് എന്താകുന്നത്? നവോത്ഥാനമാകുന്നത്. നമുക്ക് സംശയമില്ല, നവം അധികം ഉദ്ധാനമാണോ എന്നൊരു സംശയം നമുക്കില്ല. കാരണം എന്താ? ആയും ഊവും കൂടി ചേർന്നാലേ എന്താകുള്ളൂ? ഓ എന്ന ശബ്ദമാവൂ എന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നവോത്ഥാനം എന്ന വാക്ക് പിരിച്ചെഴുതാൻ ഇപ്പൊ നമ്മൾ പഠിച്ചു ആണല്ലോ. നമ്മൾ ഏത് നിയമം വെച്ചോണ്ടാ അത് ചെയ്തത്? ആ പ്ലസ് ഊ സമം ഓ എന്ന നിയമം വെച്ചോണ്ടാണ് നമ്മൾ അതിലേക്ക് കടന്നത് അല്ലെ. അപ്പോ ഈ നിയമം പഠിച്ചു വച്ചാൽ, ഏത് നിയമം? ആ പ്ലസ് ഊ സമം ഓ എന്ന നിയമം പഠിച്ചു വച്ചാൽ നവോത്ഥാനം എന്ന വാക്കിനെ പിരിച്ചെഴുതാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നവോത്ഥാനം, നവ അധികം ഉദ്ധാനം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചേർത്തെഴുതാനും ഈ നിയമം പഠിച്ചു വയ്ക്കുക വഴി നമുക്ക് സാധിക്കും. കാര്യം മനസ്സിലായോ? അപ്പൊ പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് ഒറ്റ ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെക്കുറിച്ചുള്ള ഒരു പരിപൂർണമായ ധാരണ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. കിട്ടിയല്ലോ? അതുപോലെ അടുത്ത അധ്യായമാണ് ഏത്? വചനം.
ഇംഗ്ലീഷില് സിംഗുലർ എന്നും പ്ലൂറൽ എന്നും പറയാറുണ്ട് അല്ലെ? മലയാളത്തിൽ എന്തു പറയും? ഏകവചനം എന്നും ബഹുവചനം എന്നും പറയും. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനം, ഒന്നിലധികം എത്രയുണ്ടെങ്കിലും അത് ബഹുവചനമാണ്. കൊച്ചുകുട്ടികളോട് ചോദിച്ചാൽ വരെ പറയൂ അല്ലെ? അപ്പൊ നമുക്ക് അത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് എന്തുകൂടി വേണം? ബഹുവചനത്തിന്റെ ഉൾപ്പിരിവുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം എന്നിങ്ങനെ ബഹുവചനത്തെ 3ആയി തിരിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് കൂടി അറിഞ്ഞിരുന്നാൽ 9ാമത്തെ അധ്യായമായ വചനം പൂർണ്ണമാകുന്നു അല്ലെ? എന്ത് എളുപ്പമുള്ള അധ്യായങ്ങളാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഘടകപദം. ഘടകപദം എന്ന് പറഞ്ഞാൽ ഘടകം എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ് അല്ലെ? FACTOR, ഫാക്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ ഘടകങ്ങൾ എന്ന് പറയും. ഘടകപദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെന്റൻസ്, ആ സെന്റൻസിൽ തന്നെ 2 സെന്റൻസ് ഉണ്ടാകും. ഈ 2 സെന്റൻസിനെയും കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഘടകപദങ്ങളെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, കറണ്ട് പോയി എന്നാലും മകൻ നന്നായി പഠിച്ചു. കറണ്ട് പോയി എന്നാലും കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചു. അല്ലെങ്കിൽ കറണ്ട് പോയെങ്കിലും കുട്ടി മെഴുകുതിരി വെളിച്ചത്തിൽ പഠിച്ചു എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ നടന്നു അല്ലെ? എന്താണ്? കറണ്ട് പോവുകയും ചെയ്തു, കുട്ടി നല്ല രീതിക്ക് പഠിക്കുകയും ചെയ്തു. അപ്പോ ഈ 2 സെന്റൻസിനെ തമ്മിൽ ഘടിപ്പിക്കാൻ നമ്മൾ അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു. ഏത് വാക്കാ ഉപയോഗിച്ചത്? എങ്കിലും എന്ന വാക്ക് ഉപയോഗിച്ചു അല്ലെ? കറണ്ട് പോയെങ്കിലും കുട്ടി നന്നായി പഠിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ 2 കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് എങ്കിലും എന്ന വാക്ക് ഉപയോഗിച്ച സ്ഥിതിക്ക് ആ എങ്കിലും എന്ന വാക്കിനെ എന്തായിട്ട് പരിഗണിക്കാം? ഘടകപദമായിട്ട് പരിഗണിക്കാം. അപ്പൊ ഇത്തരത്തിൽ 2 വാക്യങ്ങളെ ചേർത്തെഴുതാൻ നമ്മളെ സഹായിക്കുന്ന ഘടകപദങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ വാക്യശുദ്ധി. നമ്മൾ തുടങ്ങിയത് തന്നെ, ഈ അധ്യായം തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞിട്ടാ? പദശുദ്ധിയുമായി അല്ലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഒരു വാക്ക് എങ്ങനെയാണ് തെറ്റുകൂടാതെ എഴുതേണ്ടത്, തെറ്റുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് തിരുത്തേണ്ടത് തുടങ്ങിയ കാര്യമാണ് പദശുദ്ധിയിൽ അറിഞ്ഞിരിക്കേണ്ടതെങ്കിൽ ഇതേപോലെ തെറ്റുകൾ എവിടെയും സംഭവിക്കാം. സെന്റൻസില്, വാക്യത്തിലും സംഭവിക്കാം. അപ്പോ ഒരു വാക്യത്തിൽ എങ്ങനെയാണ് തെറ്റുകൾ വന്നുകൂടുന്നതെന്നും അതെങ്ങനെയാണ് തിരുത്തി വാക്യത്തെ ശരിയാക്കേണ്ടതെന്നും ചർച്ച ചെയ്യുന്ന അധ്യായമാണ് ഏത്? വാക്യശുദ്ധി. അവിടെ സാങ്കേതിക കാര്യങ്ങൾ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഒരു സെന്റൻസ് തരും, അത് നല്ലതുപോലെ വായിച്ചു നോക്കുക. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്യങ്ങളായിരിക്കും, അതിലെ തെറ്റ് കണ്ടെത്തി തിരുത്തുക. അത്രേ ഉള്ളൂ. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തുമാത്രം എളുപ്പമുള്ള അധ്യായങ്ങളാണെന്ന്. അടുത്ത അധ്യായം എന്താണ്? ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എത്രയോ ശൈലികളുണ്ട്, എത്രയോ പഴഞ്ചൊല്ലുകളുണ്ട് അല്ലെ? ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇരിക്കേണ്ടടത്ത് ഇരിക്കേണ്ടവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറി ഇരിക്കും എന്നൊക്കെ നമ്മൾ പരിഹസിച്ചുകൊണ്ട് പ്രയോഗിക്കാറുണ്ട് അല്ലെ? ഇതെന്താണ്? ഇത് മലയാളത്തിലെ പഴഞ്ചൊല്ലാണ്, പഴഞ്ചൊല്ലായിട്ട് കടന്നു വരുന്നതാണ്. അതുപോലെ ശൈലി ഉണ്ടല്ലോ, ഉരുളക്കുപ്പേരി എന്നൊരു ശൈലിയുണ്ട് മലയാളത്തിൽ അല്ലെ? ഞാനും നിങ്ങളുമായിട്ട് ഒരു തർക്കം നടക്കുന്നു, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നു, അതിന് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു മറുപടി തരുന്നതിനെയാണ് എന്തു പറയുന്നത്? ഉരുളക്കുപ്പേരി എന്ന് മലയാളത്തിലും ടിറ്റ് ഫോർ ടാറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ബ്ലാസ്റ്റ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ശൈലികളെ കുറിച്ചൊരു ധാരണയും എന്താവശ്യപ്പെടുന്നുണ്ട്? KS പരീക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത 2 പ്രധാന അധ്യായങ്ങളാണ് ഇത്. നമ്മൾ PSCക്ക് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. KSന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അധ്യായമാണ് ഇനി പറയാൻ പോകുന്ന 3 അധ്യായങ്ങളും. അതിൽ 13ഉം 14ഉം നോക്കിക്കേ. സംഗ്രഹണവും വിപുലനവും. എന്താണ് സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാല്? ചുരുക്കി എഴുതുക എന്നുള്ളതാണ് ഈ സംഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും. ഈ ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ 4ഓ 5ഓ സെന്റൻസ് ഉണ്ടാകും അല്ലെ? ഈ 4ഓ 5ഓ സെന്റൻസിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ചോർന്നു പോകാതെ അത് ഒരു സെന്റൻസിലേക്കോ 2 സെന്റൻസിലേക്കോ ചുരുക്കി എഴുതാൻ ആവശ്യപ്പെടുന്നതാണ് എന്ത്? സംഗ്രഹണം. അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് തന്നെ എഴുതാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, OMR ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാകും. ആ 4 ഓപ്ഷനിൽ ആശയം ചോർന്നു പോകാതെ ഏത് ഓപ്ഷനിലാണ് സംഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക, അതെടുത്തെഴുതുക. അത്രേ ഉള്ളൂ സംഗ്രഹണത്തില്. അതുപോലെ വിപുലനത്തിലേക്ക് വരുമ്പോ 2 സെന്റൻസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ആ 2 സെന്റൻസിലെ കാര്യം
ആശയം ചോർന്നു പോകാതെ അല്ലെങ്കിൽ ആശയവുമായി അധികം അകന്നു പോകാതെ അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാകും? വിപുലീകരിച്ചിട്ടുണ്ടാകും. അതിൽ ഏതാണ് ശരിയായ വിപുലനം എന്ന് കണ്ടെത്തുക. ആശയങ്ങളൊന്നും ചോർന്നു പോയിട്ടുണ്ടാകരുത്, വിപരീതമായ ആശയങ്ങൾ അതിൽ കടന്നു വന്നിട്ടുണ്ടാകരുത്. അങ്ങനെ വിപുലീകരിച്ചിരിക്കുന്നത് ABCD ഈ 4 ഓപ്ഷനുകളിൽ ഏതാണെന്ന് കണ്ടെത്തുക, എടുത്തെഴുതുക. അത്രേ ഉള്ളൂ വിപുലനത്തില്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഏതാണ്ട് 3ലോ 4ലോ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട്. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഔദ്യോഗിക ഭാഷ പദപരിചയം. ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഭാഗമാണ്. PSCക്ക് നമ്മൾ പഠിക്കുന്ന ഒന്നല്ല ഇത്. കാരണം നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് ചെറിയ ജോലിയിലേക്കൊന്നുമല്ല, നമ്മുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത്. ഇപ്പൊ ഭരണഭാഷ മലയാളമാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പദങ്ങളുടെയും കൃത്യമായ മലയാള പദം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് സർവീസ് പരമായ ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിലൊരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ മെനക്കെട്ടിരുന്ന് കാണാപ്പാഠം പഠിക്കേണ്ടി വരും. എന്നാലും ഒന്നും കാര്യം മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർക്ക് മാത്രമേ അത് കഷ്ടപ്പാടുണ്ടാക്കൂ. ഇപ്പോ മലയാളത്തില് നിങ്ങൾ PSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ എന്തും പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷുമായിട്ട് നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അധ്യായം ആയിരിക്കില്ല. കിട്ടിയല്ലോ. അടുത്തത് പരിഭാഷ. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് തരും. നേരത്തെ പറഞ്ഞതുപോലെ ആശയം ചോർന്നു പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തണം. അവിടെ ഈ പരിഭാഷയില് നോർമൽ സെന്റൻസും ഉണ്ടാകും, ഇംഗ്ലീഷിലെ ശൈലികളും ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണത്തിന് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്നൊരു പ്രയോഗം ഉണ്ട് അല്ലെ ഇംഗ്ലീഷില്. നമ്മളത് എങ്ങനെയാ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയും അല്ലെ. കുരയ്ക്കും പട്ടി കടിക്കില്ല. പക്ഷെ സെൽഡം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും എന്നാണ്. അപ്പോ വാക്കിന്റെ ശരിയായ അർത്ഥം എടുത്ത് അത് പരിഭാഷപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? കുരയ്ക്കുന്ന പട്ടി വല്ലപ്പോഴും കടിക്കും എന്ന് പരിഭാഷപ്പെടുത്തേണ്ടി വരും. അങ്ങനെയാണോ ശൈലികൾ പരിഭാഷപ്പെടുത്തേണ്ടത്? അല്ല. ഇംഗ്ലീഷിലുള്ള ശൈലികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഇംഗ്ലീഷിൽ അത് ഏത് സാഹചര്യത്തിലാണോ ആ ശൈലി ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും സമാന സാഹചര്യത്തിൽ മലയാളത്തിൽ ഏത് ശൈലിയായിരിക്കും ഉപയോഗിക്കുക എന്ന് തിരിച്ചറിയുകയും വേണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് പരിഭാഷപ്പെടുത്താൻ. ഒരു ഉദാഹരണം കൂടെ പറയാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതെങ്ങനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തും? പതുക്കെയും നിരന്തരവുമായി നടത്തുന്ന ഓട്ടം വിജയത്തിൽ കലാശിക്കും എന്ന് എഴുതിയാൽ ഇവിടെ മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണ്? ഇത് ശൈലി പരിഭാഷപ്പെടുത്താനാണ്. അപ്പൊ എങ്ങനെ പരിഭാഷപ്പെടുത്താം? നിങ്ങളിൽ പലരും ഇപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ടാകും അല്ലെ. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഏതിന്റെ മലയാളം പരിഭാഷയാണ്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. കാര്യം മനസ്സിലായോ? സാധാരണ ആയിട്ടുള്ള സെന്റൻസും തരും കേട്ടോ, നോർമൽ ആയിട്ടുള്ള സെന്റൻസും തരും. I have few friends. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. I have few friends എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് സുഹൃത്തുക്കളായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഫ്യൂ എന്ന വാക്ക് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ലിറ്റിൽ എന്ന വാക്കും there is little water in that new well എന്ന് പറഞ്ഞാൽ പുതിയ കിണറ്റിൽ ഒട്ടും വെള്ളമില്ല എന്നാണ് അർത്ഥം. എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ ചേർക്കുമ്പോഴാണ് അല്പം എന്ന അർത്ഥം കിട്ടുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇംഗ്ലീഷിലുള്ള നോർമൽ സെന്റൻസുകളും അതുപോലെ തന്നെ ശൈലികളും ഇഡിയംസ് ആൻഡ് ഫ്രേസുകളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന അധ്യായമാണേത്? 16ാമത്തെ അധ്യായമായ പരിഭാഷ. ഓക്കെ. 17ലേക്ക് വരുമ്പോഴോ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഖണ്ഡികയെ ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും. എന്തിനെ കുറിച്ചാ?
ഭരണഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ആയിരിക്കും തന്നിട്ടുണ്ടാകുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ അതിന്റെ ചുവടെ തന്നിട്ടുണ്ടാകും. അപ്പൊ ആ ഖണ്ഡിക നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ട് ചുവടെ തന്നിട്ടുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അതും ഈ പറയുന്നത് പോലെ ബഹുവികൽപ്പ ചോദ്യങ്ങൾ അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതിനും ഈ പറയുന്നത് പോലെ നമ്മൾ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോയിട്ട് ഉത്തരം എഴുതുന്ന കാര്യമാണോ? അല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. കണ്ടെത്തി എടുത്തെഴുതിയാൽ മാത്രം മതിയാകും. അത്രയുള്ളൂ നമ്മുടെ ഡ്യൂട്ടി. ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൽ 30-ൽ 30 മാർക്ക് മേടിക്കാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ, PSCക്ക് പഠിച്ചിട്ടുള്ള ആ ഒരു ധാരണ വച്ചുകൊണ്ട് തന്നെ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബേസ് വാർത്തെടുത്തവരാണെങ്കിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് KS പരീക്ഷയ്ക്ക് നേടാൻ സാധിക്കും. ഇനി ഇങ്ങനെ ഒരു PSCയുടെ ബേസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് പഠിച്ചെടുത്താൽ ഇത് പൂർണ്ണമാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്താ? സ്കൂൾ ബേസ് മുതൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എവിടെ ആവശ്യമായിട്ട് വരുന്നത്? KSന് ആവശ്യമായിട്ട് വരുന്നത്. അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു 4-5 അധ്യായം നമ്മുടെ കേരള കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും ഒരു 3 അധ്യായം PSCക്ക് പഠിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതുവരെ PSCയിലേക്ക് ഇറങ്ങി തിരിക്കാത്തവർക്ക് പോലും KS പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു സുവർണ അവസരമാണ് എന്ന് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോ സിലബസിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ KS പരീക്ഷയ്ക്ക് മലയാളം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചോദിച്ചത് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ മലയാളവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ശരിയായ പദമേത്? 25 ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉത്തരം എഴുതാൻ ഒരു ശ്രമം നടത്താവോ? എന്നിട്ട് ഈ വീഡിയോയ്ക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഈ സെഷൻ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കിയതായിട്ട് പറയാമായിരുന്നു. നിങ്ങൾ ആരും കള്ളക്കളി എടുക്കില്ല. ശരിയായ ഉത്തരം, നിങ്ങളുടെ സ്വന്തം ഉത്തരം തന്നെ നിങ്ങൾ അത് മാർക്ക് ചെയ്യും. കൃത്യമായ മാർക്ക് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തും, നിങ്ങൾ കമന്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം പദശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രഭുത്വം, സ്ത്രീത്വം, മഹത്വം, മനുഷ്യത്വം, ഇതിലേതാണ് ശരിയായ പദം? ഉത്തരം കമന്റ് ചെയ്തോ. ഉത്തരം, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം A ആണെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതിൽ 1 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C അല്ലെങ്കിൽ D എന്ന് മാർക്ക് ചെയ്യുക. അവസാനം 25 ചോദ്യങ്ങളുടെ അവസാനം എത്ര മാർക്ക് കിട്ടി എന്ന കാര്യം നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? ഞാൻ ദേ ഉത്തരം പറയാൻ പോവുകയാണ്. നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉത്തരം കേൾക്കുക. ഓക്കെ, പറയട്ടെ ഉത്തരം. ദാ ഉത്തരം ഇതാണ്, മഹത്വം. ബാക്കി 3 വാക്കുകളും തെറ്റാണ്. എന്തുകൊണ്ടാണ്? പ്രഭുത്വം എന്ന് എഴുതുമ്പോഴും സ്ത്രീത്വം എന്ന് എഴുതുമ്പോഴും മനുഷ്യത്വം എന്ന് എഴുതുമ്പോഴും എത്ര താ മതി? 1 താ മതി. അതായത് ത്വം, ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനി തത്വം, മഹത്വം തുടങ്ങിയ വാക്കുകൾ എഴുതുമ്പോഴാണ് എത്ര താ വേണ്ടത്? 2 താ വേണ്ടത്. ഇനി തെറ്റില്ലല്ലോ, മറക്കില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ദീനന്റെ ഭാവം ഒറ്റപ്പദം എഴുതുക. ദീനന്റെ ഭാവം ഒറ്റപ്പദം എഴുതുക. ദൈന്യത, ദീനം, ദയ, ദൈന്യം, ഇതിലേതാണ് ദീനന്റെ ഭാവം? ദീനൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ്. പാവം എന്നുള്ള അർത്ഥത്തിലാണ്. കഷ്ടത അനുഭവിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് ദീനം. അസുഖം ബാധിച്ചവൻ എന്ന അർത്ഥത്തിലും ദീനം എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ദീനന്റെ ഭാവം ഇതിലേതാണ്? ഉത്തരം എഴുതിയോ? ഞാൻ പറയട്ടെ ഉത്തരം. ശരിയായ ഉത്തരം ഓപ്ഷൻ D ആണ്. ദൈന്യം ആണ് ശരിയായ ഉത്തരം. ദൈന്യത എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല കേട്ടോ. പലരും അത് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ ഇല്ല. ദീനം എന്ന് പറഞ്ഞാൽ അസുഖമാണ്, ദയ എന്ന് പറഞ്ഞാൽ അനുകമ്പയാണ്. അപ്പൊ ദൈന്യമാണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കലപ്പയ്ക്ക് പര്യായമല്ലാത്തത് ഏത്? അപ്പൊ തന്നിട്ടുള്ള 3 വാക്കുകളും കലപ്പയുടെ പര്യായം തന്നെയാണ്. ഇതിൽ ഒരു വാക്ക് മാത്രം എന്തല്ല? കലപ്പയുടെ പര്യായമല്ല. അതേത് എന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം പറയട്ടെ. ഓപ്ഷൻ A സീരമാണ്, ഓപ്ഷൻ B ഹലം,
ഓപ്ഷൻ സി കുണ്ഠം, ഓപ്ഷൻ ഡി ലാംഗലം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഞാൻ പറയാൻ പോകുന്നു. ഉത്തരം എഴുതി കഴിഞ്ഞെങ്കിൽ മാത്രം ബാക്കി കാണുക. യെസ്, ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കുണ്ഠമാണ്. കുണ്ഠം, അഗ്നികുണ്ഠം എന്നൊക്കെ നമ്മൾ പ്രയോഗിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് കുണ്ഠം? കുഴി എന്ന അർത്ഥത്തിലാണ് സാമാന്യമായിട്ട് ഇത് പ്രയോഗിക്കുന്നത്. അഗ്നികുണ്ഠം എന്ന് പറഞ്ഞാല് അഗ്നി ആളിക്കത്തുന്ന കുഴിയെയാണ് പറയുന്നത്. വേറെയും അർത്ഥമുണ്ട്. എന്തൊക്കെയാ? കുടം, കിണർ, കുളം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ് കുണ്ഠം. അതിന് എന്തർത്ഥം ഇല്ല? കലപ്പ എന്ന അർത്ഥമില്ല. സീരം, ഹലം, ലാംഗലം ഇതൊക്കെയാണ് എന്ത്? കലപ്പയുടെ പര്യായ പദങ്ങൾ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വിപരീത പദം എഴുതുക. അണിമ. അണിമ എന്ന വാക്കിന്റെ വിപരീതം തന്നിട്ടുള്ളതിൽ ഏതാണ്? ലഘിമ, ഗരിമ, ലഘുമ, തനിമ. ഇതിൽ ഏതാണ് അണിമ എന്ന വാക്കിന്റെ വിപരീത പദം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കിട്ടിയോ? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഗരിമയാണ്. ഗരിമ. ഗരിമ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൗഢി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? വേറെന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഗരിമയ്ക്ക്? ഇതിന് വേറൊരു തലം കൂടിയുണ്ട് കേട്ടോ. അണിമയും ഗരിമയും. അതായത് അഷ്ടസിദ്ധികളിൽ ഒന്നാണത്രേ അണിമ. അതായത് ശരീരത്തെ തന്നിഷ്ടപ്രകാരം ചെറുതാക്കാൻ സാധിക്കുന്ന ഒരു സിദ്ധിയാണ് എന്ത്? അണിമ. പുരാണങ്ങളിലും മറ്റും അങ്ങനെ ഒരു സൂചനയുണ്ട്. അതൊക്കെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് പുരാണങ്ങളിലൊക്കെ സൂചനയുള്ളതാണ്. അപ്പൊ ഗരിമ എന്തായിരിക്കും? സ്വന്തം ഇഷ്ടപ്രകാരം ശരീരത്തെ എത്ര വേണമെങ്കിലും വലുതാക്കാൻ സാധിക്കുന്ന ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഗരിമ എന്ന് പറയുന്നത്. അങ്ങനെ അർത്ഥം കൂടി ഉണ്ട്. പിന്നെ എന്ത് പറയാം? അണിമ എന്ന് പറഞ്ഞാൽ താൻ ചെറുതാണ്. നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുമല്ലോ, ആ അർത്ഥത്തിൽ അണിമ എന്ന വാക്ക് ഉപയോഗിക്കാം. അതിന്റെ വിപരീതമായിട്ട് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ള അർത്ഥത്തിൽ ഗരിമ എന്ന വാക്ക് ഉപയോഗിക്കാം. അഷ്ടസിദ്ധികളിലെ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് എന്ത്? ഈ അണിമയും ഗരിമയും. കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാക്ക എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? പിപീലിക, നീല, ഉന്തുരു, പരഭൃത്ത്. ഇതിൽ ഏതോ ഒരു വാക്ക് കാക്കയുടെ പര്യായമാണ്. ബാക്കി മൂന്നും കാക്കയുടെ പര്യായമല്ല. ഏതാണ് ശരിയായ ഉത്തരം? നമ്മൾ നേരത്തെ തന്നെ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരഭൃത്ത് എന്ന് പറഞ്ഞാൽ കാക്കയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം നോക്കിക്കേ. പിപീലിക, പിപീലിക, വമ്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ആരുടെ പര്യായമാണ്? ഉറുമ്പിന്റെ പര്യായമാണ്. ഓപ്ഷൻ ബി നീല എന്ന് പറഞ്ഞാലോ? നീല നിറം നമുക്കറിയാം. നീല എന്ന് പറഞ്ഞാൽ അതിന് ആകാശം അല്ലെങ്കിൽ മേഘം എന്നുകൂടി അർത്ഥമുണ്ട്. ഓപ്ഷൻ സി ഉന്തുരു നമുക്ക് പരിചയം ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത വാക്കാണ്. മൂഷികൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. ഉന്തുരു എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? എലിയുടെ പര്യായ പദമാണ്. കിട്ടിയല്ലോ. അപ്പൊ കാക്ക എന്നർത്ഥം വരുന്ന വാക്ക് പരഭൃത്താണ്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ശൈലിയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഒറ്റുകാരൻ എന്നർത്ഥം വരുന്ന ശൈലി തന്നിട്ടുള്ളതിൽ ഏതാണ്? അസുരവിത്ത്, അഷ്ടാവക്രൻ, അഞ്ചാം പത്തി, അന്ധകൻ. ഇതിൽ ഏതോ ഒരു ശൈലിയുടെ അർത്ഥം ഒറ്റുകാരൻ എന്നാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഉത്തരം അഞ്ചാം പത്തിയാണ്. അഞ്ചാം പത്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒറ്റുകാരൻ എന്നാണ് കേട്ടോ. യൂദാസ് എന്നൊരു ശൈലിയും പ്രയോഗിക്കുന്നുണ്ട്. ബൈബിളിലെ കഥാപാത്രമാണല്ലോ. യേശുദേവനെ ഒറ്റിക്കൊടുത്തവനാണ് യൂദാസ്. അതുകൊണ്ട് പിൽക്കാലത്ത് യൂദാസ് എന്ന ശൈലി ഒറ്റുകാരന്റെ പര്യായമായിട്ട് മാറി. അഞ്ചാം പത്തി എന്ന് പറഞ്ഞാലും ഒറ്റുകാരൻ തന്നെയാണ്. അസുരവിത്ത് എം.ടി. വാസുദേവൻ നായരുടെ പ്രസിദ്ധമായ നോവലാണ് അല്ലെ അസുരവിത്ത്. അസുരവിത്ത് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ദുഷ്ടസന്ധാനം അല്ലെങ്കിൽ ദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് ഏത്? അസുരവിത്ത്. അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരീരത്തിൽ 8 വളവുകളുള്ള ബ്രഹ്മാദ്വൈതവാദിയും താർക്കികനുമായ ഒരു മഹർഷിയായിട്ട് രാമായണത്തിൽ അഷ്ടാവക്രൻ എന്ന മഹർഷിയെ അവതരിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൽ 8 വളവുകൾ ഉള്ളത് കൊണ്ടാണ് അയാളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? അഷ്ടാവക്രൻ എന്ന് വിളിക്കുന്നത്.
അഷ്ടം എന്ന് പറഞ്ഞാൽ 8, വക്രത എന്ന് പറഞ്ഞാൽ വളവ് എന്നാണ്. അങ്ങനെയാണ് അഷ്ടാവക്രൻ എന്ന പേര് സിദ്ധിച്ചത്. അന്ധകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാലനാണ്. കാലനെയാണ് എന്ത് വിളിക്കുന്നത്? അന്ധകൻ എന്ന് വിളിക്കുന്നത്. കിട്ടിയല്ലോ. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഓപ്ഷൻ എ, കുയിലിന് സൗന്ദര്യം സ്വരം, പല്ലൊത്താൽ പകുതിയൊത്തു, സ്വർണമായാലും വർണ്ണം വേണം, ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. ഇതിൽ ഏതോ ഒരു പഴഞ്ചൊല്ല് ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകതയാണ് ധ്വനിപ്പിക്കുന്നത്. അതായത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ അടിപൊളി ലുക്കായിട്ടൊക്കെ നടക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചൊല്ല് ഇതിലേതാണ് എന്നാണ് ചോദ്യം. കിട്ടിയോ? വളരെ പ്രസിദ്ധമാണ്, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഏതാണ് ആ ചൊല്ല്? ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ ഡി, ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നുള്ളതാണ് ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. കിട്ടിയല്ലോ. ഇതിന്റെ ബാക്കിയുള്ള ശൈലികളുടെ അല്ലെങ്കിൽ ചൊല്ലുകളുടെ അർത്ഥം നോക്കാം. കുയിലിന് സൗന്ദര്യം സ്വരം. കുയില് എന്ന് പറയുന്നത് കറുപ്പ് നിറത്തോട് കൂടിയതാണ് അല്ലെ. കറുപ്പിന് സൗന്ദര്യം ഇല്ല എന്നൊരു ധാരണയൊക്കെ പണ്ട് ഈ പഴഞ്ചൊല്ല് ഉണ്ടാക്കി വച്ചിരുന്നവര് ധരിച്ചു വച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നൊക്കെ കാക്കയെ പരിഹസിക്കുന്നത്. അപ്പൊ കുയിലിന്റെ നിറം കറുപ്പാണ്, കറുപ്പ് മോശപ്പെട്ടതാണെന്നൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നവരാണ് എന്തു പറഞ്ഞിട്ടുള്ളത്? ആ കുയിലിന് സൗന്ദര്യം സ്വരമാണ് എന്ന്. കാണുമ്പോൾ കറുപ്പ് നിറമാണ്, കാണാൻ കൊള്ളില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിന്റെ ശബ്ദമാണ്. പക്ഷെ ഇത് എന്തിനെ കുറിക്കുന്നില്ല? ബാഹ്യാലങ്കാരത്തെ കുറിക്കുന്നില്ല. അതായത് എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള കഴിവുണ്ടാകും എന്നർത്ഥത്തിലാണ് കുയിലിന് സൗന്ദര്യം സ്വരം എന്ന് പ്രയോഗിക്കുന്നത്. പിന്നെ പല്ലൊത്താൽ പകുതിയൊത്തു. ഒരു വ്യക്തിയുടെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന തൊലി വെളുപ്പിലോ ഒന്നുമല്ല, പിന്നെയോ നല്ലൊരു പുഞ്ചിരി നമുക്ക് സമ്മാനിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. രണ്ട് വ്യക്തികൾ പരസ്പരം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? അഭിവാദനം ചെയ്യുന്നു. അത് ചിരിച്ച് സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെങ്കിലോ ആ ദിവസം അല്ലെ പൂർണ്ണമാകുന്നു, അത്രമേൽ മനോഹരമാകുന്നു. അപ്പോ നമ്മൾ അഭിവാദനം ചെയ്യുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നല്ല ഭംഗിയുള്ള പല്ലുകൾ കണ്ടാൽ അത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. പല്ലൊത്താൽ പകുതിയൊത്തു എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ നല്ല പുഞ്ചിരി സമ്മാനിക്കുക എന്ന അർത്ഥത്തെ കുറിക്കുന്ന ശൈലിയാണ് അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണത്. പിന്നെ സ്വർണമായാലും വർണ്ണം വേണം. ഈ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം അല്ലെ, ഓസ്ട്രേലിയയിലാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ ഖനികൾ ഉള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് സ്വർണമായാലും വർണ്ണം വേണം. ഈ പറയുന്ന സ്വർണം കുഴിച്ചെടുക്കുമ്പോ നമ്മൾ ആഭരണമായിട്ട് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ അതേ നിറം ഉണ്ടാകുമോ? അങ്ങനെയുള്ള നിറം എപ്പോഴാ കിട്ടുന്നത്? പോളിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. അല്ലാതെ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണത്തിന് ഇത്രയും സൗന്ദര്യമില്ല എന്നുള്ളതാണ്. അത് പിന്നീട് പോളിഷ് ചെയ്തെടുക്കുന്ന ഒന്നാണ്. അപ്പൊ പറഞ്ഞു വന്നത് എത്ര നല്ല വ്യക്തിയാണെങ്കിലും ആ വ്യക്തി എന്തായിരിക്കണം? ഈ പറയുന്നത് പോലെ അപ്ഡേറ്റ് ചെയ്യുന്നവനായിരിക്കണം. അവനൊരു അപ്ഡേഷൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ആവശ്യമാണ് എന്നാണ് ഓപ്ഷൻ സി ഓർമ്മപ്പെടുത്തുന്നത്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോഴോ ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. ഇനി ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല, തന്റെ എല്ലാ കർത്തവ്യങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി തന്നെ ആര് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും തനിക്ക് ഒന്നുമില്ല, കാരണം ഇനി അതിനോട് പ്രതികരിക്കാൻ താൻ ആളല്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും 4 പേര് കണ്ടാൽ തന്നെ കുറ്റം പറയരുത്. പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ടാകണം. ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പഴഞ്ചൊല്ലാണ് ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകത ധ്വനിപ്പിക്കുന്നു. കിട്ടിയല്ലോ, കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ചോദ്യം? മേക്ക് ഷിഫ്റ്റ് എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമാണ് തന്നിരിക്കുന്നത്. ഇതിന് തുല്യമായ പ്രയോഗം, മലയാളത്തിലെ പ്രയോഗം ഏത് എന്നതാണ് ചോദ്യം. പരിഭാഷ ഇങ്ങനെയൊക്കെ അല്ലെ ചോദ്യം വരാം കേട്ടോ. മുട്ടുശാന്തി, മുതലക്കണ്ണീർ, മുടന്തന്യായം, മനപ്പായസം. ഇതിൽ മേക്ക് ഷിഫ്റ്റ് എന്ന ഇംഗ്ലീഷിലെ ശൈലി ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കിട്ടിയോ? ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ശരിയായ ഉത്തരം മുട്ടുശാന്തി എന്നാണ്. ആരാണ് മുട്ടുശാന്തി?
പകരക്കാരൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് മുട്ടുശാന്തി. തത്തുല്യമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് മേക്ക് ഷിഫ്റ്റ്, അതായത് പകരക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. മുതലക്കണ്ണീർ എങ്ങനെയാ പരിഭാഷപ്പെടുത്തുന്നേ? ക്രൊക്കോഡൈൽ ടിയേഴ്സ് ആണ്. ദുഃഖം അഭിനയിക്കുക എന്നർത്ഥത്തിൽ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ശൈലി മുതലക്കണ്ണീര് അല്ലെങ്കിൽ നക്രബാഷ്പം. ഇംഗ്ലീഷിലാണെങ്കിലോ ക്രൊക്കോഡൈൽ ടിയേഴ്സ്. കിട്ടിയല്ലോ. അതുപോലെ മുടന്തന്യായം. നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് തടിതപ്പാനായിട്ട് ശ്രമിക്കും അല്ലെ? അതിനാണ് നമ്മൾ മുടന്തന്യായം പറയുന്നത്. മുടന്തന്യായത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? ജസ്റ്റിസ് ഫോർ ദി ലെയിം എന്ന് പറയാറുണ്ട്. ഇതാണ് മലയാളത്തിലെ മുടന്തന്യായത്തിന് തത്തുല്യമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. മനപ്പായസം. നമ്മൾ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സദാസമയവും കുന്നുകൂടിക്കൊണ്ടിരിക്കും അല്ലെ? അതൊക്കെ നടക്കണമെന്ന് ഉറപ്പില്ല, നടന്നാൽ നല്ലത്. അങ്ങനെ നമ്മൾ കിനാവ് കാണുന്നതിനെ മനപ്പായസം എന്ന് പറയാറുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നു. കിട്ടിയല്ലോ. അപ്പൊ എല്ലാ ശൈലികളുടെയും അർത്ഥവും നമുക്ക് മനസ്സിലായി, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നും മനസ്സിലായി. അടുത്ത ചോദ്യം ഇതാണ്, ഫ്ലാഷ് ഇൻ ദി പാൻ. വീണ്ടും ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണ്, അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. നഖശിഖാന്തം, ആരംഭശൂരത്വം, കരിതേക്കുക, കളമൊരുക്കുക. ഇതിൽ ഏത് അർത്ഥത്തിനോടാണ് ഫ്ലാഷ് ഇൻ ദി പാൻ എന്ന ശൈലി ചേർന്ന് നിൽക്കുന്നത്? ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ആരംഭശൂരത്വമാണ്. ഫ്ലാഷ് ഇൻ ദി പാൻ എന്ന് പറഞ്ഞാല് ആരംഭശൂരത്വമാണ്. നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് അല്ലെ? എന്ത് കാര്യവും തുടങ്ങാനായിട്ട് നമുക്ക് വളരെ ഉത്സാഹമായിരിക്കും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യരുത്? റെസ്റ്റ് എടുക്കരുത്, വിശ്രമിക്കരുത് എന്നുള്ളതാണ്. തുടക്കത്തിൽ കാണിക്കുന്ന ആവേശം അതിന്റെ ഒടുക്കം വരെയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ശൈലിയാണ് ഫ്ലാഷ് ഇൻ ദി പാൻ. സമാനമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് ആരംഭശൂരത്വം. കിട്ടിയല്ലോ. അതുപോലെ നഖശിഖാന്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാൽനഖം മുതൽ തലമുടി വരെ എന്നാണ്. ഈ നഖശിഖാന്തം എന്നത് നമ്മൾ പ്രയോഗിക്കാറുള്ളത് നഖശിഖാന്തം എതിർക്കുക എന്ന് പ്രയോഗിക്കാറുണ്ട്. അടിമുടി എതിർക്കുക. പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തെ പ്രതിപക്ഷം നഖശിഖാന്തം എതിർത്തു എന്ന് പറഞ്ഞാൽ ആ പ്രമേയത്തെ അടിമുടി എതിർത്തു എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അതുപോലെ കരിതേക്കുക എന്ന് പറഞ്ഞാലോ ചെളിവാരി എറിയുക, അല്ലെങ്കിൽ കരിതേക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിഹസിക്കുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്നാണ്. കളമൊരുക്കുക എന്ന് പറഞ്ഞാൽ വേദിയൊരുക്കുക, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നതിനുള്ള കളമൊരുക്കലാണ് KS പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് KS പരീക്ഷ, അതിനുള്ള വേദിയാണ് KS പരീക്ഷ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരത് അധികം ചന്ദ്രൻ, ഇത് ചേർത്തെഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ശരത് ചന്ദ്രൻ, ഓപ്ഷൻ ബി ശരത് ചന്ദ്രൻ, ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ, ഓപ്ഷൻ ഡി ശരത് ചന്ദ്രൻ. ഇതിലേതാണ് ശരിയായ പ്രയോഗം? ഉത്തരത്തിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ശരത് ചന്ദ്രൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. എന്താണ് അതിന് കാരണം? നേരത്തെ ഞാനൊരു നിയമം പറഞ്ഞിരുന്നു, ആയും ഊവും കൂടി ചേർന്നാൽ ഓ എന്ന ശബ്ദം കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ മറ്റൊരു നിയമം ഇതാണ്, തായും ചായും കൂടി ചേർന്നാൽ അത് ഇരട്ടിച്ച ചകാരമാകും എന്ന നിയമം ഓർത്തുവെക്കുക. ഇവിടെ പിരിച്ചെഴുതാൻ നേരത്ത് ശരത് ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ചായിൽ ആരംഭിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ചേർത്ത് എഴുതുമ്പോ ആര് വേണം? ഇരട്ടിച്ച ചകാരം വേണം. ഇരട്ടിച്ച ചകാരം എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ശരിയായ പ്രയോഗമാകുന്നത്. കിട്ടിയല്ലോ. അടുത്തത് ചേർത്തെഴുതുക. സമ്പത്ത് അധികം ലബ്ധി, ഇതെങ്ങനെ ചേർത്തെഴുതാം? സമ്പൽ ലബ്ധി, സമ്പദ് ലബ്ധി, സമ്പദ് ലബ്ധി, സമ്പലബ്ധി. ഇതിലേതാണ് ശരിയായ പ്രയോഗം? കിട്ടിയോ ഉത്തരം? ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്യുക,
നിങ്ങൾ ഇതിൽ ഏത് ഉത്തരം എഴുതും എന്ന് തീരുമാനിച്ച് ABCD മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഓക്കെ, ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. സമ്പൽ ലബ്ധിയാണ് ശരിയായ ഉത്തരം. അതിന്റെ കാരണം എന്താണ്? തായും ചായും ചേർന്നാൽ ഇരട്ടിച്ച ചകാരമാകും എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു നിയമമാണ് തായും ലായും ചേർന്നാൽ അത് ഇരട്ടിച്ച ലകാരമാകും എന്നുള്ളത്. സമ്പത്ത്, ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുന്നു, രണ്ടാമത്തെ വാക്ക് ലായിൽ ആരംഭിക്കുന്നു. തായും ലായും കൂടി ചേർന്നാൽ ഇരട്ടിച്ച ലകാരം ഫലം. ഇരട്ടിച്ച ലകാരമുള്ള ഓപ്ഷൻ ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. കിട്ടിയോ? കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുരുത്തോല പിരിച്ചെഴുതുക. കുരുന്ന് അധികം ഓല, കുരുന്ത് അധികം ഓല, കുരുത്ത അധികം ഓല, കുരുത്തു അധികം ഓല. ഇതിലേതാണ് കുരുത്തോലയുടെ പിരിച്ചെഴുത്ത്? എന്താണ് കുരുത്തോല? നല്ലതുപോലെ മൂത്ത ഓലയാണോ കുരുത്തോല എന്ന് പറയുന്നത്? അല്ലേ അല്ല. അലങ്കരിക്കാനും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓലയുടെ, തെങ്ങോലയുടെ തളിരിലയെയാണ് എന്ത് പറയുന്നത്? കുരുത്തോല എന്ന് പറയുന്നത്. അത് ചെറുതാണ്, അതായത് വളർന്നു വലുതായി വരുന്നതേ ഉള്ളൂ. വളർന്നു വലുതായി വരുന്നേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ പ്രയോഗിക്കുന്നത്? കുരുന്ന്, അല്ലെ? അവനൊരു കുരുന്നാണ്, അത് കൊച്ചു കുട്ടിയാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കൊച്ചല എന്നുള്ള അർത്ഥത്തിൽ കുരുന്നോലയാണ് പിന്നീട് എന്തായി മാറിയത്? കുരുത്തോലയായിട്ട് മാറിയത്. അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കിട്ടിയോ? കുരുന്ന അധികമോല, കുരുത്തോല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. വീണീടിനാൾ ആകുലാൽ. ഇത് പിരിച്ചെഴുതുക. ഇതെങ്ങനെ കൃത്യമായിട്ട് പിരിച്ചെഴുതാം? വീണീടിനാൽ ആകുലാൽ, വീണീടിനാൽ അനാകുലാൽ, വീണീടിനാൾ ആകുലാൽ, വീണീടിനാൾ അനാകുലാൽ. ഇതിലേതാണ് ശരി? ആകുലം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, അനാകുലം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥയാണ്. വീണീടുക എന്ന് പറഞ്ഞാൽ താഴെ വീഴുക. വീണീടിനാൾ, അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ദുഃഖത്തോടുകൂടി വീണു. ആര് വീണു? ആര് വീണു? അവൾ വീണു. വീണീടിനാൾ, ല എന്ന ശബ്ദം, അല്ലെ? ല എന്ന വ്യഞ്ജനാക്ഷരത്തെ ചില്ലക്ഷരത്തിലേക്ക് മാറ്റുമ്പോൾ അത് ആരാകും? എന്ന ശബ്ദമാകും, അല്ലെ? അപ്പൊ വീണീടിനാൾ ആകുലാൽ എന്ന് പറയുമ്പോ ആൾ, അൾ എന്ന ശബ്ദം ഇവിടെ രണ്ട് ഓപ്ഷനിലേ വന്നിട്ടുള്ളൂ, സിയിലും ഡിയിലും. ദുഃഖത്തോടു കൂടിയല്ലേ വീണത്? അപ്പൊ ആകുലാലാണ് വീണിരിക്കുന്നത്, അനാകുലാൽ അല്ല. അപ്പൊ ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ദുഃഖം കൊണ്ട് അവൾ വീണുപോയി എന്നുള്ളതാണ് പ്രയോഗം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. അലിംഗ ബഹുവചന രൂപമേത്? സ്വാമികൾ, വധുക്കൾ, മരങ്ങൾ, ജനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു ബഹുവചനത്തെ തന്നെ മൂന്നായിട്ട് വീണ്ടും പിരിക്കുന്നുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. എന്താ സലിംഗ ബഹുവചനം? ലിംഗ വ്യത്യാസത്തോടു കൂടിയ ബഹുവചനമാണ് സലിംഗ ബഹുവചനം. അതായത് സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുവചനമാണ് സലിംഗ ബഹുവചനം. സ്ത്രീലിംഗവുമാകാം പുല്ലിംഗവുമാകാം എന്നുള്ളതിന്റെ ബഹുവചനമാണ് അലിംഗ ബഹുവചനം. ഒന്നേ ഉള്ളൂ, പക്ഷെ ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർത്താൽ അതെന്താണ്? പൂജക ബഹുവചനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ളതിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? അതായത് സ്ത്രീലിംഗവുമാകാം പുല്ലിംഗവുമാകാം എന്നർത്ഥം വരുന്ന ഒരു പദമേ ഇതിലുള്ളൂ. അതേത് എന്ന് കണ്ടെത്താനാണ് ചോദ്യം. കിട്ടിയോ ഉത്തരം? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ജനങ്ങളാണ്. ജനങ്ങൾ എന്ന് പറയുന്നിടത്ത് ഒരു കൂട്ടമാണ്, അല്ലെ? ഒരു കൂട്ടം ആളുകളാണ്. അവിടെ ആരൊക്കെ ഉണ്ടാകാം? ആണും പെണ്ണും ഉണ്ടാകാം. രണ്ടുപേരും ഉള്ളടങ്ങിയ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ജനങ്ങൾ എന്ന് വിളിക്കാം. ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സ്വാമികൾ എന്നുള്ളത് പൂജക ബഹുവചനമാണ്. വധുക്കൾ എന്ന് പറയുന്നത്, വധു എന്ന് പറഞ്ഞാൽ ആരാണ്? വിവാഹം കഴിക്കാൻ പോകുന്ന
പെണ്ണാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുടെ കൂട്ടമാണ് അവിടെ. അപ്പൊ പെണ്ണുങ്ങളുടെ കൂട്ടം, പെണ്ണുങ്ങളുടെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് എന്തിന് ഉദാഹരണമാണ്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. മരങ്ങൾ എന്ന് പറയുന്നിടത്തോ വ്യാകരണത്തിൽ മരത്തെ ജീവനില്ലാത്തതായിട്ട് അല്ലെങ്കിൽ നപുംസകമായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെയുള്ളവയുടെ കൂട്ടം അതും എവിടെ തന്നെ വരുവുള്ളൂ? സലിംഗ ബഹുവചനത്തിൽ തന്നെയേ വരുവുള്ളൂ. അപ്പൊ ഇത് അറിയാവുന്നവർക്ക് എളുപ്പമാണ്, അറിയാത്തവർക്ക് ഒന്ന് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള കാരണമൊക്കെ വിശദമായിട്ട് മറ്റുദാഹരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: പഴഞ്ചൊല്ലേത്? ഉരുളക്കുപ്പേരി, തേടിയ വള്ളി കാലിൽ ചുറ്റി, കയ്യാലപ്പുറത്തെ തേങ്ങ, പമ്പ കടക്കുക. ഇതിൽ ഒന്ന് മാത്രമാണ് പഴഞ്ചൊല്ല്, ബാക്കി മൂന്നും ശൈലികളാണ്. ഇതിലേതാ ശരിയായ ഉത്തരം? പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. ആഗ്രഹിച്ചത് തന്നെ തേടി വന്നു എന്നുള്ള അർത്ഥത്തിലാണ് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പ്രയോഗിക്കുന്നത്. ബാക്കി മൂന്നും പഴഞ്ചൊല്ലുകളല്ല, ശൈലികളാണ്. നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഉചിതമായ മറുപടി. തേടിയ വള്ളി കാലിൽ ചുറ്റുക, ആഗ്രഹിച്ചത് തന്നെ ലഭിക്കുക. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പ്രയോഗിക്കാറുണ്ട്. അതും ഈ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്നതാണ്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാലോ വാട്ട് വാസ് സെർച്ച് ഹാപ്പൻ ടു റീച്ച് യു എന്ന് പ്രയോഗിക്കാറുണ്ട്. കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറഞ്ഞാലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് സംശയമായിരിക്കുന്ന അവസ്ഥ. അതിനെയാണ് എന്ത് പറയുന്നത്? കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത്. പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ ഓടിക്കളയുക അല്ലെങ്കിൽ വേഗത്തിൽ ദൂരദേശം പ്രാപിക്കുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ ഓടിക്കളയുക. പമ്പ കടത്തുക എന്ന് പറഞ്ഞാലോ തുരത്തുക അല്ലെ, ദൂരത്തേക്ക് ആട്ടിപ്പായിക്കുക. അതിനെയാണ് പമ്പ കടത്തുക എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. എതിർലിംഗവുമായി ബന്ധപ്പെട്ടാണ്. ശ്രോതാവ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അതിന്റെ സ്ത്രീലിംഗ പദം കണ്ടെത്താനാണ് ചോദ്യം. ശ്രോതാവ് എന്നുള്ളത് പുല്ലിംഗ പദമാണ്. കേൾക്കുന്നവൻ എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് വേണ്ടത് കേൾക്കുന്നവൾ എന്നർത്ഥം വരുന്ന വാക്കാണ്. ശ്രോതിയാണോ, ശ്രോതയാണോ, ശ്രോത്രിയാണോ, ശ്രോതിനിയാണോ? ഏതാണ് ശരിയായ എതിർലിംഗ പദം അല്ലെങ്കിൽ സ്ത്രീലിംഗ പദം? കിട്ടിയോ? ഉത്തരം പറയട്ടെ. ഉത്തരം പറയാൻ പോകുന്നു. സ്ത്രീലിംഗ പദം ശ്രോത്രിയാണ്. കേൾക്കുന്നവൾ എന്നർത്ഥം വരുന്ന വാക്ക് ശ്രോത്രി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏകാകിനി എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അതിന്റെ പുല്ലിംഗ പദം കണ്ടെത്താനാണ് ചോദ്യം. ഏകാകിനി എന്ന് പറയുമ്പോ ഒറ്റയ്ക്കിരിക്കുന്നവളാണ്. അപ്പൊ ഒറ്റയ്ക്കിരിക്കുന്നവൻ എന്നർത്ഥം വരുന്ന വാക്കോ ഏകൻ, ഏകകൻ, ഏകാകൻ, ഏകാകി. ഇതിലേതാണ് സ്ത്രീലിംഗ പദം? ഏകാകിനിയുടെ പുല്ലിംഗ പദം ഏതാണ് എന്നാണ് ചോദ്യം. കിട്ടിയോ ഉത്തരം? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏകാകിയാണ്. ഏകാകി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുന്നവൻ. ഒറ്റയ്ക്കിരിക്കുന്നവൾ എന്നർത്ഥം വരുന്ന വാക്ക് ഏകാകിനി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല. ഈ വാക്യത്തിലെ ഘടകമേത്? ഘടകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നമുക്കറിയാം അല്ലെ. ഘടകം എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസ്, രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. അതിനെ തമ്മിൽ യോജിപ്പിച്ച് ഒറ്റ സെന്റൻസ് ആക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഘടകം. അപ്പൊ ഇതിലെ ഘടകം ഏതാണ്? പെയ്തു, പെയ്തെങ്കിലും, എങ്കിലും, ശമിച്ചില്ല. ഇതിൽ ഏതാണ് ഘടകം? കിട്ടിയോ ഉത്തരം? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം എങ്കിലും. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? മഴ പെയ്തു, ഉഷ്ണം ശമിച്ചില്ല. രണ്ട് സെന്റൻസ് ആയിട്ട് എഴുതുമ്പോ മഴ പെയ്തു ഫുൾ സ്റ്റോപ്പ്, ഉഷ്ണം ശമിച്ചില്ല സെക്കൻഡ് സെന്റൻസ്. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ പ്രയോഗിക്കാം? മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല. അപ്പൊ രണ്ടിനെയും കൂടി ഘടിപ്പിക്കാനായിട്ട് ഏത് വാക്കാ ഉപയോഗിച്ചത്? എങ്കിലും. അപ്പൊ ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ. അടുത്തത് 19ാമത്തെ ചോദ്യത്തിലേക്ക്. വികലമായ പ്രയോഗം ഏത്? ഇതിൽ ഏതോ ഒന്ന് വികലമായ പ്രയോഗമാണ്. ഏതാണ്? താപസ്വി, തപസ്വി, തപസ്വിനി, താപസി. ഇതിൽ സ്ത്രീലിംഗ പദവും പുല്ലിംഗ പദവും മിക്സ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതോ ഒന്ന് തെറ്റാണ്. തപസ് ചെയ്യുന്നവൻ എന്ന അർത്ഥം വരുന്ന വാക്കുകൊണ്ട്
തപസ് ചെയ്യുന്നവൾ എന്നർത്ഥം വരുന്ന വാക്കുമുണ്ട്. പക്ഷേ ഇങ്ങനെ രണ്ടർത്ഥത്തിലും അല്ലാതെ ഒരു വികല പ്രയോഗം കൂടി ഇതിലുണ്ട്. അതേത് എന്നാണ് ചോദ്യം. കിട്ടിയോ ഉത്തരം? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, താപസ്വി. അങ്ങനെ ഒരു പ്രയോഗം മലയാളത്തിൽ ഇല്ല. തപസ്വി എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്നവനാണ്. തപസ് ചെയ്യുന്നവൾ എന്നർത്ഥം വരുന്ന വാക്കാണ് ഏത്? തപസ്വിനി. അപ്പോ തപസ്വി എന്നുള്ള പുല്ലിംഗ പദം, അതിന്റെ സ്ത്രീലിംഗ പദമാണ് തപസ്വിനി. താപസി എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ് കേട്ടോ. താപസി സ്ത്രീലിംഗ പദമാണ്. താപസൻ ആണ് അതിന്റെ പുല്ലിംഗ പദം. കിട്ടിയോ? താപസ്വി എന്നൊരു വാക്ക് പക്ഷേ മലയാളത്തിൽ ഇല്ല. കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 20ാമത്തെ ചോദ്യം ഇതാണ്. തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗമേത്? ഓപ്ഷൻ എ ഈ മഹാനായ കലാകാരന്റെ, ഓപ്ഷൻ ബി സർഗസൃഷ്ടിപരമായ, ഓപ്ഷൻ സി ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഓപ്ഷൻ ഡി അത്ഭുതം തോന്നും. ഇതിനെ ഒറ്റ വാക്യമായിട്ട് പരിഗണിക്കുക. ഈ മഹാനായ കലാകാരന്റെ സർഗസൃഷ്ടിപരമായ ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും എന്നതാണ് വാക്യം. ഇതിൽ ഒരു ഭാഗം മാത്രം തെറ്റാണ്. ഏതാണ് ആ തെറ്റായ ഭാഗം എന്നാണ് ചോദ്യം. ഉത്തരം കണ്ടെത്തിയോ? ഞാൻ പറയട്ടെ ഉത്തരം. പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർഗസൃഷ്ടിപരമായ. സർഗം എന്ന് പറഞ്ഞാലും സൃഷ്ടി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്തു തന്നെയാണ്? ഒന്ന് തന്നെയാണ്. സൃഷ്ടിക്കുക, പ്രൊഡക്റ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ് സർഗം, സൃഷ്ടി എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സ്വർഗം വേറെ, ഹെവൻ അല്ലെങ്കിൽ പാരഡൈസ് എന്നുള്ള അർത്ഥത്തിൽ, പറുദീസ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് സ്വർഗം. ഇത് സർഗമാണ്. സർഗാത്മകത എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ആണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ടു ക്രിയേറ്റ് ആണ്. അപ്പൊ അത് രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കാണ്. അപ്പൊ അത് രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്. ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഈ മഹാനായ കലാകാരന്റെ സർഗാത്മകമായ ശേഷിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. അതാണ് കൃത്യമായ പ്രയോഗം. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തുക. ഇതിൽ ഒരു വാക്യം മാത്രമേ ശരിയുള്ളൂ, ബാക്കി 3 വാക്യങ്ങളും തെറ്റാണ്. ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം. ഓപ്ഷൻ എ 1500 വർഷത്തോളം പഴക്കമുണ്ട്. ഓപ്ഷൻ ബി അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഓപ്ഷൻ സി ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഓപ്ഷൻ ഡി ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇതിൽ 3 വാക്യങ്ങളും തെറ്റാണ്, ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രയോഗം. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അത് മാത്രമേ ഈ തന്നിരിക്കുന്നതിൽ ശരിയായ വാക്യമുള്ളൂ. എന്താണ് ബാക്കിയുള്ള വാക്യങ്ങളിലെ തെറ്റ്? 1500 വർഷത്തോളം പഴക്കമുണ്ട്. ഇവിടെ 10 എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഏതർത്ഥത്തിലാ? അപ്രോക്സിമേറ്റ്ലി എന്നുള്ള അർത്ഥത്തിലാണ്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഓളം എന്ന വാക്കും. അതിനും ഈ പറഞ്ഞതുപോലെ അപ്രോക്സിമേറ്റ് എന്ന അർത്ഥമാണ് കിട്ടുക. അപ്പൊ ഈ സെന്റൻസിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം? ഒന്നുകിൽ 1500 വർഷം പഴക്കമുണ്ട്, അല്ലെങ്കിലോ 500 വർഷത്തോളം പഴക്കമുണ്ട്. രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്, ഒരെണ്ണം മാത്രമേ പ്രയോഗിക്കാവൂ. അതുപോലെ അടുത്ത വാക്യം നോക്കിക്കേ. അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലെ, അതും ഇതും. അങ്ങനെ ഉപയോഗിക്കുമ്പോ അതേ അർത്ഥം വരുന്ന പ്രയോഗം ഇവിടെ ഒന്നിലധികം വന്നിട്ടുണ്ട്. അതിനേക്കാൾ എന്ന് പറയുമ്പോ ആദ്യം പറഞ്ഞ എന്തിനേക്കാളോ അധികം എന്നുള്ള അർത്ഥത്തിലേക്കാ പോകുന്നത്. അപ്പോ അതിനേക്കാൾ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഏത് വാക്കിന്റെ ആവശ്യമില്ല? കവിഞ്ഞ എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല. എന്ത് പറഞ്ഞാൽ മതി? അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. അതിനേക്കാൾ മെച്ചം ഇതിനില്ല എന്ന് പറഞ്ഞാലും മതിയാകും. ഒന്നും എന്ന വാക്കും ഇവിടെ ഒരു അനാവശ്യമായ പ്രയോഗമാണ്. അതിനേക്കാൾ മെച്ചം ഇതിനില്ല എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഇവിടെ തീർച്ചയായും എതിർക്കണം എന്നാണ് അർത്ഥം അല്ലെ. അപ്പോ ഒന്നുകിൽ തീർച്ചയായും എതിർക്കണം, അല്ലെങ്കിലോ എതിർക്കുക തന്നെ വേണം. രണ്ടിന്റെയും അർത്ഥം എന്താണ്? നിർബന്ധമായിട്ടും എതിർക്കേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. പറഞ്ഞു വന്നത് ഒന്നുകിൽ തീർച്ചയായും,
അല്ലെങ്കിൽ തന്നെ. ഏതെങ്കിലും ഒന്നേ പ്രയോഗിക്കാവൂ, രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി തെറ്റായ വാക്യമായത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വീണ്ടും പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു നോർമൽ ഇംഗ്ലീഷ് സെന്റൻസ് തന്നിട്ടുണ്ട്, അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനാണ് ആവശ്യപ്പെടുന്നത്. വാക്യം ഇതാണ്: ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഹെൽപ്പ് യു. ഇതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക. എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയില്ലെന്ന് ഭയപ്പെടുന്നു. ഇതിലേതാണ് ശരിയായ മലയാള പരിഭാഷ? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഐ ആം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്. പിന്നെയോ, ഈ സവിശേഷ സാഹചര്യത്തിൽ എനിക്കതിന് പറ്റില്ല, മുഖത്ത് നോക്കി നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാളോട് എനിക്കത് പറ്റില്ല എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊന്ന് മയപ്പെടുത്തി പറയാനായിട്ടാണ് ഇംഗ്ലീഷ് ഇവിടെ ഐ ആം അഫ്രൈഡ്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, എന്നോടൊന്നും വിചാരിക്കരുതേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഐ ആം അഫ്രൈഡ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ള പ്രയോഗത്തെ നമ്മൾ നെഗറ്റീവിലേക്കാക്കി. അതായത് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഐ ആം അഫ്രൈഡ് എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് മൊത്തം നെഗറ്റീവ് ആകുകയാണ്. അപ്പൊ ശരിയായ പരിഭാഷ ഏതാ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേസമയം ഓപ്ഷൻ എ നോക്കിക്കേ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ മതി? ഐ കാൻ ഹെൽപ്പ് യു അല്ലേ? അപ്പൊ പക്ഷെ അവിടെ എന്തില്ല, ഒരു മയപ്പെടുത്തലില്ല. ഒരു സഹായം ചെയ്യുവോ, ഐ കാൻ ഹെൽപ്പ് യു എന്ന് പറയുന്നിടത്ത് യാതൊരു മാനുഷിക പരിഗണനയും നമ്മൾ കൊടുക്കുന്നില്ല. അതേസമയം ഐ ആം അഫ്രൈഡ് ഐ ക്യാൻ ഹെൽപ്പ് യു എന്ന് പറയുന്നിടത്ത് ക്ഷമിക്കണം, എനിക്ക് പറ്റും തോന്നുന്നില്ല കേട്ടോ, മാക്സിമം ട്രൈ ചെയ്യാം എന്നൊക്കെയുള്ള ധ്വനികൾ അതിൽ ഉണ്ട്. ഓക്കെ, അടുത്ത വാക്യം ഇതാണ്. നമ്മുടെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷാ പദപ്രയോഗവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഈ നിവേദനം തുടർ നടപടികൾക്കായി സമർപ്പിക്കുന്നു. ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ ഏത്? ഐ റെക്കമെൻഡ് ദിസ് മെമ്മോറാണ്ടം ഫോർ ബെറ്റർ ആക്ഷൻ, ഐ ഫോർവേഡ് ദിസ് റിക്വസ്റ്റ് ഫോർ ഫർദർ ആക്ഷൻ, ഐ സബ്മിറ്റ് ദിസ് മെമ്മോറാണ്ടം ഫോർ ഫർദർ ആക്ഷൻ, ഐ സബ്മിറ്റ് ദിസ് മെമ്മോറാണ്ടം ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇതിൽ ഏതാണ് ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ? നിവേദനത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? മെമ്മോറാണ്ടം ആണ്. ഈ എന്നുള്ളതിന്റെയോ ദിസ് ആണ്. അപ്പൊ ദിസ് മെമ്മോറാണ്ടം എല്ലാ വാക്യത്തിലും ഉണ്ടോ? ഇല്ല. ഓപ്ഷൻ ബിയിൽ ഇല്ല. ഓപ്ഷൻ ബിയിൽ കിടക്കുന്നത് എന്താണ്? റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റിന്റെ മലയാളം എന്താണ്? അപേക്ഷയാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ഉപേക്ഷിക്കാം? ഓപ്ഷൻ ബി അല്ല പ്രയോഗം എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ സമർപ്പിക്കുക. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്മിറ്റ് ചെയ്യലാണ് അല്ലെ? സബ്മിറ്റ് ചെയ്യലാണ്. അപ്പൊ സബ്മിറ്റ് എന്ന വാക്ക് എവിടെ വരുന്നുള്ളൂ? ഓപ്ഷൻ സിയിലും ഉണ്ട്, ഡിയിലും ഉണ്ട്. പക്ഷെ ഇവിടെയോ? ഇവിടെ റെക്കമെൻഡ് ആണ് വന്നിരിക്കുന്നത്. ശുപാർശ എന്നർത്ഥം വരുന്ന വാക്കാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എയും തെറ്റാണെന്ന് മനസ്സിലായി. ഇനി സി ആണോ ഡി ആണോ? അതിനടുത്ത വാക്ക് നോക്കണം. തുടർ നടപടി. തുടർ നടപടി എന്ന് പറയുമ്പോ ഫർദർ ആക്ഷൻ ആണ്. ഫർദർ ആക്ഷൻ ആണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ത്വരിത നടപടിയാണ്. ത്വരിത, പെട്ടെന്നുള്ള നടപടി. അതിനാണ് അടിയന്തര നടപടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തുടർ നടപടി എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാ? ഫർദർ ആക്ഷൻ ആണ്. അപ്പൊ ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ ഏതാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഓപ്ഷൻ സി ആണ് ശരിയായ ഇംഗ്ലീഷ് പരിഭാഷ. കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 11-ാം മണിക്കൂർ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആദ്യ സമയം, അവസാന സമയം, പകുതിക്ക് നിർത്തുക, പകുതി സമയം. എന്താണ് ഈ 11-ാം മണിക്കൂർ? 12th അവർ എന്നും പറയാറുണ്ട്, 12-ാം മണിക്കൂർ എന്നും പറയാറുണ്ട്, 11th അവർ എന്നും പറയാറുണ്ട്, 11-ാം മണിക്കൂർ എന്നും പറയാറുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം അവസാന സമയം അല്ലെങ്കിൽ അവസാന നിമിഷം എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് 11-ാം മണിക്കൂർ. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണ്. ഇംഗ്ലീഷിൽ എന്ത് പ്രയോഗിക്കും? 11th അവർ എന്ന് പ്രയോഗിക്കും. കിട്ടിയല്ലോ. അടുത്തത് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ പരീക്ഷയില് ഇങ്ങനെ 25 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 5 ചോദ്യങ്ങളിൽ
മൂന്നെണ്ണം ഖണ്ഡികയുമായി ബന്ധപ്പെട്ടായിരുന്നു, പിന്നെ ഒരെണ്ണം വിപുലനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, ഒരെണ്ണം സംഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ പരിമിതമായ സമയത്തിൽ ഈ പരിമിതമായ സ്ലൈഡിനുള്ളിൽ അത് ഒതുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതിവിടെ ഉൾപ്പെടുത്താത്തത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ അല്ലെ, റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ്. അതിലേക്ക് കടക്കുമ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് മാതൃകകളും കഴിഞ്ഞ തവണത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ അവസാനത്തെ ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബുദ്ധിമാനാണോ, വലിയ തലയുള്ളവനാണോ, ചെറിയ തലയുള്ളവനാണോ, അതോ മഹാവിഡ്ഢിയാണോ? ആരാണ് ഈ പറയുന്ന ബ്ലോക്ക് ഹെഡ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മഹാവിഡ്ഢിയാണ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ ഇങ്ങനെ 25 ചോദ്യങ്ങളാണ് കഴിഞ്ഞ പരീക്ഷയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ ഇതിന്റെ ഉത്തരം ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടും സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക. 25-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? ഈ കിട്ടിയ ഉത്തരം നിങ്ങളുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടിയാണ്. KS മലയാളം പഠനത്തിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് സഹായിക്കാൻ ഈ മാർക്ക് നിങ്ങളെ സഹായിക്കും, ആണല്ലോ. അപ്പൊ കൂടുതൽ പഠനം വേണം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, കൂടുതൽ തയ്യാറെടുപ്പുകൾ ഇനി വരുന്ന KS പരീക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട, ഇപ്പോൾ തന്നെ എൻട്രിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടും വിശദമായ ക്ലാസ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പഠനം ഒരു കാരണവശാലും 11ാം മണിക്കൂറിലേക്ക് നീക്കി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. ആ വിജയം, ആ ഒരു നല്ല പൊസിഷൻ, ആ ഒരു നല്ല സ്ഥാനം നിങ്ങൾക്ക് വേണ്ടി അല്ലെ, ഒരു കസേര മാറ്റിയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഒട്ടും വൈകാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ. മികച്ച പഠനത്തിന് തയ്യാറെടുക്കൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിനോടൊപ്പം ഒരു KAS അല്ലെ എന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.